നമസ്കാരം. ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന വാഹനങ്ങളെയും ഉത്തരവാദികളെയും കണ്ടെത്താൻ ഓരോ ജില്ലയിലും പ്രത്യേക പോലീസ് സ്ക്വാഡുകൾ രൂപവത്കരിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപകടത്തിനിടയാക്കിയ വാഹനങ്ങൾ കണ്ടെത്താനാകാത്തതിനാൽ ഇരകൾക്ക് ഇൻഷുറൻസ് സഹായമടക്കം നിഷേധിക്കുന്നത് കണക്കിലെടുത്താണ് ജസ്റ്റിസ് ജി ഗിരീഷിന്റെ ഉത്തരവ്. സ്ക്വാഡുകൾ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കണം. സൈബർ പോലീസിന്റെ സഹായം ഉറപ്പാക്കുന്നതിനൊപ്പം സ്ക്വാഡുകളുടെ ഫോൺ നമ്പറുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. അപകടം നടന്ന ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും പോലീസ് സേനകൾ ഏകോപിതമായി പ്രവർത്തിക്കണമെന്നും കോടതി പറഞ്ഞു. അപകടമുണ്ടാക്കിയ വാഹനങ്ങളെ കണ്ടെത്താത്ത 3 വ്യത്യസ്ത ഹർജികളിലാണ് കോടതി ഉത്തരവ്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കൊടകര നെല്ലായിയിൽ പെട്ടിക്കട കുത്തിത്തുറന്ന് മോഷണത്തിന് ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. കണ്ണൂർ പൂവച്ചാൽ പൂശ്ശേരി വീട്ടിൽ ഷിജുവിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ തൃക്കൂർ കല്ലായിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. തൃക്കൂർ കല്ലായി പള്ളത്തേരി സുബ്രന്റെ മകൻ ഗോപിയാണ് മരിച്ചത്. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവുമായിരുന്ന VS അച്യുതാനന്ദനെ അനുസ്മരിച്ച നാട്. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര നെല്ലായി സെന്ററിൽ പെട്ടിക്കട കുത്തിത്തുറന്ന് മോഷണത്തിന് ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. കടയുടമയും പത്രവിതരണക്കാരും ചേർന്ന് പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. സംഭവത്തിൽ കണ്ണൂർ സ്വദേശിയായ പൂവച്ചാൽ പുശ്ശേരി വീട്ടിൽ ഷിജുവിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു സംഭവം. നെല്ലായി സ്വദേശി ശശീന്ദ്രൻ നടത്തിവരുന്ന പെട്ടിക്കട തുറക്കാനെത്തിയപ്പോഴാണ് പ്രതി കട കുത്തി തുറക്കാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന പത്രവിതരണക്കാരെ വിളിച്ചുകൂട്ടി പ്രതിയെ തടഞ്ഞുവെക്കുകയും പിന്നീട് കൊടകര പോലീസിന് കൈമാറുകയുമായിരുന്നു. അറസ്റ്റിലായ ഷിജു പേരാവൂർ ആലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി രജിസ്റ്റർ ചെയ്ത 2 മോഷണ കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. SHO ജെർലിൻ വിസ്കറിയയുടെ നേതൃത്വത്തിലുള്ള കൊടകര പോലീസ് സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, കൊടകര. തൃശൂർ തൃക്കൂർ കല്ലായിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. തൃക്കൂർ കല്ലായി പള്ളത്തേരി സുബ്രന്റെ മകൻ ഗോപിയാണ് മരിച്ചത്. തൃക്കൂർ കല്ലായിയിൽ കാട്ടുപന്നിയെ തുരത്താനായി സ്ഥാപിച്ച വൈദ്യുതക്കിണിയിൽ നിന്നാണ് 60-കാരനായ ഗോപി ഷോക്കേറ്റ് മരിച്ചത്. കല്ലായി പള്ളത്തേരി സുബ്രന്റെ മകനായ ഗോപിയുടെ മൃതദേഹം സമീപത്തെ തെക്കേയിൽ ജോസഫിന്റെ പറമ്പിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയിലാണ് മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഗോപി തനിച്ചാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഗോപിയെ കാണാനില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 3ഓടെ സമീപത്തെ പറമ്പിൽ ജാതിക്ക പെറുക്കാനെത്തിയ സ്ത്രീയാണ് മൃതദേഹം ആദ്യം കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് KCB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി കെണിക്കായി സ്ഥാപിച്ചിരുന്ന കമ്പികൾ അഴിച്ചുമാറ്റി. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, തൃശൂർ. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ അനുസ്മരണ ദിനം മാളയിൽ ആചരിച്ചു. അമരസ്മരണ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. മാർക്സും മാർക്സിസവും ഇന്ന് നാം അനുസ്മരിക്കുന്ന സഖാവ് VS അറിയപ്പെടുന്ന മാർക്സിയൻ രാഷ്ട്രീയത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളയാളായിരുന്നു. മാർക്സ് പഠിപ്പിച്ചത് എന്താ? അടിമ വ്യവസ്ഥയെ പറ്റി മാർക്സ് പരിശോധിച്ചു. അടിമ വ്യവസ്ഥയിലെ ചൂഷണം സംബന്ധിച്ച് പരിശോധിച്ചു. ജന്മിത്വ വ്യവസ്ഥയിലെ ചൂഷണം സംബന്ധിച്ച് പരിശോധിച്ചു. മുതലാളിത്ത വ്യവസ്ഥയിലെ ചൂഷണം സംബന്ധിച്ച് പരിശോധിച്ചു. മുതലാളിത്ത വ്യവസ്ഥ, ആ വ്യവസ്ഥയിലും ഏറ്റവും ശക്തമായ ചൂഷണം നിലനിൽക്കുന്ന വ്യവസ്ഥയാണ് മുതലാളിത്ത വ്യവസ്ഥ. KSKTU മാള ഏരിയ പ്രസിഡന്റ് മിജേഷ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. സുലോചന, KV ഉണ്ണികൃഷ്ണൻ, UK പ്രഭാകരൻ, അംബിക ശിവദാസൻ, KM മുജീബ് എന്നിവർ സംസാരിച്ചു. CPIM നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. KSKTU കൊടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണ യോഗം അമരസ്മരണ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വർഷം ആ സഖാവ് പാർട്ടി മെമ്പറായി 1925
PK കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. KJ ഡിക്സൺ, പ്രവീണ മനോജ്, EK അനൂപ്, NM സജീവൻ എന്നിവർ സംസാരിച്ചു. എൽത്തുരുത്ത് വോളിബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 33ാമത് ഓണാഘോഷ പരിപാടികളുടെ ധനശേഖരണാർത്ഥം പുറത്തിറക്കുന്ന സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം നടന്നു. എൽത്തുരുത്ത് ശ്രീ കുമാര സുബ്രഹ്മണ്യ ക്ഷേത്ര നടയിൽ എൽത്തുരുത്ത് PG ശിവദാസൻ, ശ്രീ വിദ്യാപ്രകാശിനി സഭാ സെക്രട്ടറി PP ജ്യോതിർമയനിൽ നിന്ന് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. എൽത്തുരുത്ത് വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി KT മധു, TK സന്തോഷ്, AP പ്രശീത് കുമാർ, TR ഉണ്ണികൃഷ്ണൻ, KS അനിൽകുമാർ, ES രതീഷ്, VK രതീഷ്, അസോസിയേഷന്റെ മറ്റംഗങ്ങൾ, വോളിബോൾ പ്രേമികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓഗസ്റ്റ് 23, 24, 25, 26, 27 തീയതികളിൽ എൽത്തുരുത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ വോളിബോൾ മത്സരങ്ങൾ, വിവിധ കായിക മത്സരങ്ങൾ, വനിതാ സൗഹൃദ ഓണക്കളി എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര നെല്ലായിയിൽ പെട്ടിക്കട കുത്തി തുറന്ന് മോഷണത്തിന് ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. കണ്ണൂർ പൂവച്ചാൽ പൂശ്ശേരി വീട്ടിൽ ഷിജുവിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ തൃക്കൂർ കല്ലായിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുത കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. തൃക്കൂർ കല്ലായി പള്ളത്തേരി സുബ്രന്റെ മകൻ ഗോപിയാണ് മരിച്ചത്. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവുമായിരുന്ന VS അച്യുതാനന്ദനെ അനുസ്മരിച്ച നാട്. വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.